അവരുടെ ഫെയിമിൽ എനിക്ക് വളരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. സഹോദരങ്ങളോടായിട്ട് പറയുവാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ. ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാനോ ഒന്നുമല്ല. ഈ രേണുസുതിക്ക് എന്നെ നന്നായിട്ടറിയാം. ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ രേണുസുതിക്കറിയാം. രേണുസുതി അവിടെ കിടന്ന് ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു മെനഞ്ഞാന്നത്തെ ഇൻ്റർവ്യൂവിൽ. വീണെ അറിയോ? അറിയില്ല. പക്ഷെ അവൾ എന്നെ കണ്ടിട്ടില്ല. സത്യം തന്നെയാണ്, എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഐഡിയിൽ നിന്നൊരു മെസ്സേജ് ചെല്ലുമ്പോൾ, മീൻസ് ഞാനൊരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്നത് അവരുടെ പ്രൊഫൈലാണ് നോക്കുന്നത്. ഇവരുണ്ട് ഈ വീഡിയോയിൽ പലവട്ടമുണ്ട് ഈ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടെങ്കിൽ പബ്ലിസിറ്റിയിൽ ആവശ്യമില്ല, അല്ലെങ്കിൽ ആൾക്കാർ എന്നെപ്പറ്റി ഭയങ്കരമായിട്ട് അറിയാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ എനിക്ക് വളരെ താല്പര്യമൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇവരാണ് ഇതേ കണക്ക് വന്നിട്ട് ഞാനാണ് സുധിയുടെ രണ്ടാം ഭാര്യ, അതോടെ തന്നെ ഇതേ കണക്ക് രേണുസുതിയാണ് ഞങ്ങൾക്ക് പ്രശ്നം, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് അവരാണ് ആദ്യമേ ഒരു വീഡിയോ ഇട്ടിരുന്നത്. സോ ആ സമയത്തുണ്ടെങ്കിൽ അവരെ പറ്റി ആരും അറിയത്ത പോലും ഇല്ലായിരുന്നു. ഇവർ തന്നെയാണ് അപ്പോൾ വെളിയിൽ വന്ന് ഇതേ കണക്കുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇതൊരു ചർച്ചാ വിഷയമാക്കുന്നത്. ഇപ്പോൾ രേണുസുതി ഇപ്പം ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടൊന്നും അല്ല ഞാനും പറയുന്നത്. എന്നാൽ പോലും കൊണ്ട് ഇതേ കണക്കുള്ള കാര്യങ്ങൾ വെളിയിൽ വന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് അതാണ് ഞാൻ രണ്ടാം ഭാര്യയാണ് ഇങ്ങനെ എന്നോട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളല്ലേ ഇവർ തന്നെയാണ് ആദ്യമേ വന്ന് പറഞ്ഞത്. എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെപ്പറ്റി ഒരു ഇൻ്റർവ്യൂവിലുണ്ടെങ്കിൽ രേണുസുതി എടുത്ത് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആരും സമ്മതിക്കത്തില്ല. കാരണം അത് വേറെ രീതിയിൽ വളർത്തിക്കൊണ്ട് പോകാൻ താല്പര്യം കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ മിണ്ടി കാണത്തില്ല. ഉടനെ തന്നെ പിന്നെ ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഒരു ഇതേ കണക്കൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്കുണ്ടെങ്കിൽ അവരെ അറിയാം, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്, പിന്നെ അവർ അഭിനയിക്കുന്നതാണെന്നുള്ള രീതിയിൽ സംസാരം പോകുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇവർ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർ അറിയുന്നതിന് വേണ്ടിയാണ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്, അതല്ലാതെ വേറെ ഒന്നുമല്ല. സോ ഇത് ഒരുപാട് പേര് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.